പോലീസിന്റെ ജനറൽ ഡയറി ഉൾപ്പെടെ സുപ്രധാന തെളിവുകൾ കോടതിയിൽ എത്തിക്കാതെ കള്ളക്കഥ മെനഞ്ഞാണ് സിപിഎം നേതാക്കളെ കേസിൽ പ്രതികളാക്കിയതെന്ന് എം.വി. ജയരാജൻ. കസ്റ്റഡിയിൽ നിന്ന് രണ്ടാം പ്രതിയെ മോചിപ്പിച്ചു എന്നാണ് കെ.വി. കുഞ്ഞിരാമൻ ഉൾപ്പെടെയുള്ളവർക്കെതിരായ കുറ്റം. എന്നാൽ മോചിപ്പിച്ചു എന്ന് പറയുന്ന ദിവസം സജി ജോർജ് പ്രതിയായിരുന്നില്ല. സിബിഐ പറയുന്ന സമയം ബേക്കൽ സ്റ്റേഷനിലാണ് എസ്.ഐ ഉൾപ്പെടെ ഉണ്ടായിരുന്നത്. ഇതെല്ലാം മാറ്റിമറിച്ചാണ് നേതാക്കളെ പ്രതിയാക്കിയതെന്നും ഇതിനേറ്റ കനത്ത തിരിച്ചടിയാണ് ഹൈക്കോടതി വിധിയെന്നും ജയരാജൻ കണ്ണൂരിൽ പറഞ്ഞു. പെരിയ ഇരട്ടക്കൊലക്കേസിലെ ശിക്ഷ ഹൈക്കോടതി സ്റ്റേ ചെയ്തതോടെ കള്ളക്കേസാണെന്ന് വ്യക്തമായതായി സിപിഎം ജില്ലാ സെക്രട്ടറി എം.വി. ജയരാജൻ പറഞ്ഞു. രണ്ടാം പ്രതിയായ സജി ജോർജിനെ കസ്റ്റഡിയിൽ നിന്ന് മോചിപ്പിച്ചു എന്ന കുറ്റമാണ് സിപിഎം നേതാക്കൾക്കെതിരെ ചുമത്തിയത്. കൊലപാതകത്തിൽ നേരിട്ട പങ്കാളികളോ ഗൂഢാലോചനയിൽ പങ്കാളികളായി എന്നോ കുറ്റപത്രത്തിൽ പോലും ഒരിടത്തും പറഞ്ഞിരുന്നില്ല. കൂട്ടിലിട്ട തത്തയായി സിബിഐ നേതാക്കളെ ബോധപൂർവം കേസിൽ കുടുക്കുകയായിരുന്നു. പീതാംബരന് നേരെ കൊല്ലപ്പെട്ടവർ നടത്തിയ തുടർച്ചയായിട്ടുള്ള അക്രമവും അവരെ പേരിൽ ആ പ്രദേശത്ത് നടത്തിയിട്ടുള്ള കുഴപ്പങ്ങൾക്ക് വധശ്രമം അടക്കമുള്ള നിരവധി കേസുകൾ ഉണ്ടായിരുന്നു എന്നതുകൊണ്ടും മറ്റും പീതാംബരന്റെ നേതൃത്വത്തിൽ നടന്നിട്ടുള്ള ഒരു സംഭവമായിരുന്നു എന്നത് എല്ലാവരും തിരിച്ചറിഞ്ഞതാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ സംഘടനാപരമായ ചില തീരുമാനങ്ങളും കൈക്കൊണ്ടിരുന്നു. പക്ഷെ പിന്നെ എന്തിനാണ് CPI-എമ്മിനെ അതിനെ വലിച്ചിഴക്കുന്നത്? പെരിയയിലേത് രാഷ്ട്രീയ കൊലപാതകമല്ലെന്നും എം.വി. ജയരാജൻ പറഞ്ഞു. പീതാംബരനെ ആക്രമിച്ചതുകൊണ്ട് പീതാംബരന്റെ നേതൃത്വത്തിൽ നടത്തിയ പ്രത്യാക്രമണത്തിലാണ് ഈ സംഭവം ഉണ്ടായത്. അതിന് പീതാംബരനെതിരെ പാർട്ടി നടപടി എടുക്കുകയും ചെയ്തു. എന്നിട്ടും CPM-നെ പ്രതിക്കൂട്ടിൽ നിർത്താൻ ബോധപൂർവം പ്രതിപക്ഷവും മാധ്യമങ്ങളും ശ്രമിച്ചതായും എം.വി. ജയരാജൻ കുറ്റപ്പെടുത്തി. ജനറൽ ഡയറി ഉൾപ്പെടെയുള്ള പ്രധാന തെളിവുകൾ കോടതിയിൽ നിന്നും മറച്ചുവെച്ചാണ് CBI കള്ളക്കഥകൾ മെനഞ്ഞതെന്നും എം.വി. ജയരാജൻ ആരോപിച്ചു. പോലീസ് സ്റ്റേഷനിലെ സുപ്രധാനമായ രേഖയായ ജനറൽ ഡയറിയിൽ അവർ ആ സമയത്ത് നിർവഹിച്ച് ഡ്യൂട്ടി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ ജനറൽ ഡയറി പിന്നീട് ചേർക്കാൻ പറ്റുന്ന ഒന്നല്ല. പിന്നീട് ചേർത്തതാണെങ്കിൽ അത് തിരിച്ചറിയും. ഈ SI ഒരു FIR രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഈ സമയത്ത് 18-ാം തീയതി SIയുടെ സാന്നിധ്യത്തിൽ പോലീസ് ജീപ്പിൽ ഉണ്ടായിരുന്ന പ്രതിയെ നേതാക്കൾ മോചിപ്പിച്ചു. അതിന് ഈ SI അടക്കമുള്ളവർ കൂട്ടുനിന്നു എന്നതാണ് CBIയുടെ കേസ്. മാധ്യമങ്ങൾക്കെതിരെയും നിശിത വിമർശനമാണ് എം.വി. ജയരാജൻ ഉയർത്തിയത്. പക്ഷപാതപരമായാണ് മാധ്യമങ്ങൾ പ്രവർത്തിക്കുന്നത്. CPM-നെതിരായ കേസുകൾക്ക് അമിത പ്രാധാന്യം നൽകുന്ന മാധ്യമങ്ങൾ കോൺഗ്രസുകാരുടെ തെറ്റുകൾ മറച്ചുവെക്കുകയാണെന്നും കുറ്റപ്പെടുത്തി. കോൺഗ്രസ് നേതാക്കളുടെ ആഹ്ലാദത്തിനേറ്റ തിരിച്ചടി കൂടിയാണ് CBI കോടതി വിധി ഹൈക്കോടതി സ്റ്റേ ചെയ്ത നടപടിയെന്നും എം.വി. ജയരാജൻ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ.